Hello ladies and gentlemen, welcome back to our channel Our happy face. വാഴ 2. എൻ്റെ പൊന്നു മക്കളെ, ഒന്നും പറയില്ല. അങ്ങനെ പോരുത്, കുറച്ച് കേട്ടിട്ട് പോണം. ഒരു 3 hours entertainment movie, ഒരു സൂപ്പർ മൂവി. കുറെ നേരം ചിരിപ്പിച്ചു, കുറെ നേരം ചിന്തിപ്പിച്ചു, കുറെ നേരം കരയിപ്പിച്ചു. നമുക്ക് ലൈഫില് എല്ലാവർക്കും ഈച്ച് ആൻഡ് എവരി വൺ എവിടെയെങ്കിലും കണക്ട് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട്. എപ്പോഴെങ്കിലും കണക്ട് ചെയ്ത് പോവും. എല്ലാ ഏജിലുള്ളവർ കേട്ടോ. നമ്മുടെ ഒരു ചെറിയ പിള്ളേരാണോ, സ്കൂളിൽ പഠിക്കുന്നവരാണോ, കോളേജിൽ പഠിക്കുന്നവരാണോ, ജോലി ചെയ്യുന്നവരാണോ, അപ്പന്മാരാണോ, അമ്മാമ്മമാരാണോ, എല്ലാ ഏജിലും മാൻ ഇറ്റ്സ് എ മാജിക്. നമ്മളെല്ലാരും ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു റിയലൈസേഷൻ ആണ് ഈ പടത്തിലൂടെ തരുന്നത്. എക്സാക്ട്ലി. അതായത് ഒരു മെസ്സേജ് ഈച്ച് ആൻഡ് എവരി ഏജിലുള്ളവർക്ക് ഒരു മെസ്സേജ് അല്ലെ. നമ്മള് ചെറിയൊരു ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്നതും അതാണ് വാഴ. അതാണ് ശരിക്കും വാഴ ഫസ്റ്റിലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നാലാണ് ഒരു മൂഡ് കിട്ടുള്ളൂ. നമുക്ക് അതിന്റെ ഒരു എക്സാക്ട് എക്സ്പീരിയൻസ് ചെയ്യണുണ്ട് എങ്കിൽ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി തിയേറ്റർ മൊത്തം ചിരിക്കുകയാണ്. അതായത് ആരും ഒന്നും വേണ്ടുന്നില്ല, എല്ലാരും പടത്തിലെ രണ്ട് റേഞ്ചിലെ പോണത് പടം അല്ലെ. അതായത് ഹാഷിർ, എന്റെ പൊന്നു മോനെ നീ എന്താ കാണിച്ചു വെച്ചേക്കണേ, നീ എന്താ കഴിക്കണേ, ശരിക്കും അതേപോലെ തോന്നുന്നു അവരുടെ അഭിനയവും. നമ്മള് ഫസ്റ്റ് ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് ഫീൽ ചെയ്തൊരു ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണവരുടെ കഥയല്ല ഇത്, ഒരിക്കലല്ല. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൊത്രാങ്കുളത്തരൊക്കെ കാണിച്ച് ലൈഫിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, അവർക്ക് എല്ലാം ഓരോ ടൈമിലും ഇത് കണക്റ്റ് ആവും. നമ്മുടെ കോളേജ് ലൈഫിൽ ഉണ്ടാവുന്നതും അതിനുശേഷം സ്കൂളിൽ ഉണ്ടാവുന്നതും. എൻ്റെ മോനെ, അത് എനിക്ക് പറയാനില്ല. ഇത് ഞാൻ പറയാൻ ഇതിന് റിവ്യൂ പറഞ്ഞിട്ട് ആരും വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാളും ഇതിനെ കുറിച്ച് അങ്ങനെ റിവ്യൂ പറഞ്ഞിട്ട് വെറുതെ ഓരോരുത്തർ പറയേണ്ട ആവശ്യമില്ല. ഇതിന് പോയി കണ്ടിട്ട് എല്ലാരും അതിൽ കണക്ട് ആയി പോകും. ഒരു റിലേഷൻഷിപ്പ് മെയിൻലി ഇതിൽ കാണിക്കുന്ന ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള ബ്രദേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മൂവിയാ. എവിടെങ്കിലും നമ്മളെല്ലാരും ഒന്ന് കണക്ട് ചെയ്തു പോകും. ലൈക്ക് ചെറിയ വാശികളായാലും എന്തേലും ഒരു ദേഷ്യങ്ങളായാലും നമ്മുടെ ലൈഫിൽ ഓരോരുത്തരായിട്ട് നമ്മൾ വെക്കുമ്പോൾ we will realize that through this movie. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് ഇതിന് കണക്ട് ആവുക എന്ന് മനസ്സിലാവുന്നു. BGM മ്യൂസിക് വന്നിട്ടുള്ളതും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ പൊളി. ഫസ്റ്റ് വാഴയിലത്തെ പാട്ടുണ്ടല്ലോ, വാഴ 1-ത്തെ ഒരു പാട്ടുണ്ട്. ആ സാധനം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് പുട്ടിന്റെ ഇടയിൽ തേങ്ങ പോലെ ഇങ്ങനെ ഇട്ട് വരുമ്പോണ്ടല്ലോ, സത്യമായിട്ടും കരഞ്ഞു പോവും. അതാ ഈ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ കണക്ട് ആവും, എല്ലാവർക്കും കണക്ട് ആവും. അത് ഇഷ്ടപ്പെടും. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്ത പിള്ളേര് അടിപൊളിയായിട്ട്. ഇവരെല്ലാരും റീൽസ് വന്നവരാന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവര് റീൽസിലും അഭിനയിച്ചത് ആ രീതിയിലായിരുന്നു. ഇപ്പൊ സിനിമയിലും അവര് തകർത്തു കാണിച്ചു. ആക്ച്വലി ഗുഡ് ടു സീ ദം ഓൺ ബിഗ് സ്ക്രീൻ. ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുന്ന അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇതും കിട്ടും, സ്വീകരണമുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ബിഗ് സ്ക്രീനിൽ ന്യൂ ഫേസസ് കാണുമ്പോ ഇറ്റ്സ് റിയലി നൈസ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ച് മരിക്കാണ് തിയേറ്ററിൽ എല്ലാരും. ഈച്ച് ആൻഡ് എവരി സെക്ഷനിലും പൊള്ളിയാണ്, പൊള്ളി. സെക്കൻഡ് ഹാഫിലും നമുക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, പോയി പടം കാണാം, അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങള് തേർഡ് ഡേ പോയെ, പക്ഷെ ഫസ്റ്റ് 2 ദിവസം ഫുൾ ആയിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്തായാലും ഞങ്ങൾ ഇന്ന് പോയി. ഇന്നും ഹൗസ്ഫുൾ ആയിരുന്നു തിയേറ്റർ. പക്ഷെ അടിപൊളി മൂവിയായിരുന്നു. ഹൗസ്ഫുൾ ആവണേന് മുന്നേ നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് അതെ, അടിച്ചു പൊളിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. Bye.